എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്ന. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ കോഴിക്കോട് നടത്തിയ ഇഫ്താർ വിരുന്നിലും MDMA പ്രതി മുഹമ്മദ് ഹുസൈൻ പങ്കെടുത്തു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായി നടത്തിയ പരിപാടിയിലാണ് ഹുസൈൻ പങ്കെടുത്തത്. മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത ഈ ഒരു പരിപാടിയിൽ വി ഡി സതീശനെ കൂടാതെ മലബാറിന് പുറത്തുനിന്ന് പങ്കെടുത്ത ഹുസൈൻ മാത്രമാണ്. 2025 മാർച്ച് 22 നടന്ന പരിപാടിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. കാണാം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, അപ്പോൾ വി ഡി സതീശൻ എവിടെയുണ്ടോ അവിടെയെല്ലാം ഹുസൈൻ ഉണ്ട് എന്നുള്ളതാണ്. 2021 മുതൽ നിരവധി ചിത്രങ്ങളും നിരവധി റീൽസ് വീഡിയോസും നമുക്ക് കാണാം. BGM ഒക്കെ കുത്തിനിറച്ച മാസ് വീഡിയോസാണ് ഈ ഹുസൈൻ എപ്പോഴും പോസ്റ്റ് ചെയ്യാറ്. ഇതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുവരും വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട്. വി ഡി സതീശന്റെ പിറന്നാളാഘോഷത്തിൽ ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്. പരസ്പരം കൈകോർത്തു പിടിച്ച് ഇവർ നടക്കുന്ന തരത്തിൽ അത്രമേൽ അടുപ്പമുണ്ട്. അപ്പോൾ ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് ഈ ഒരു നവകേരള സദസ്സ് യാത്രയുമായി ബന്ധപ്പെട്ട ആ ഒരു സമയത്ത് മാത്രമാണ് ഒരു ഫോൺ വിളിച്ച് പരിചയം തുടങ്ങുന്നത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ അല്ല എന്ന ഓരോ വിവരങ്ങളിലൂടെയും വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഈ ഒരു ഇഫ്താർ വിരുന്നിന്റെ കാര്യം മാത്രമെടുത്ത് അവിടെ മന്ത്രിമാരും മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ പങ്കെടുത്ത ആ ഒരു വേദിയിൽ മലബാറിന് പുറത്തു നിന്ന്, അതായത് മധ്യ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും ആകെ പങ്കെടുത്തിട്ടുള്ള വി ഡി സതീശനോടൊപ്പം പിന്നെയുള്ളത് ഹുസൈനാണ്. അപ്പോൾ എത്രയധികം ബന്ധങ്ങൾ സതീശന് തിരുവനന്തപുരം മുതൽ ഇങ്ങ് എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഉണ്ടാവും. പക്ഷെ അവരാരുമില്ല, ഹുസൈൻ മാത്രം, ഹുസൈനും സതീശനും മാത്രം. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം, അടുപ്പം വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങളല്ലേ അഭിജിത്ത് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഉറപ്പായും ഷിഹാസ്, വി ഡി സതീശനും മുഹമ്മദ് ഹുസൈനുമായുള്ള ബന്ധം അത് കൃത്യമായി തന്നെ ഈ ചിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. ചെറിയൊരു ബന്ധമല്ല, സുദൃഢമായ ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടായിരുന്നു. അത്രയേറെ അടുപ്പം ഇരുവരും തമ്മിലുണ്ടായിരുന്നു എന്നത് ഈ ചിത്രം അത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2025, അതായത് കഴിഞ്ഞ വർഷം മാർച്ച് 22-നാണ് കോഴിക്കോട്ടെ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ ഈ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ വിരുന്ന്. അതിൽ ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമായിരുന്നു പ്രവേശനം. അതായത് മലബാറിലെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, മന്ത്രിമാർ, ഇവരൊക്കെ ആയിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തത്. വടക്കൻ കേരളത്തിൽ നിന്നോ മധ്യ കേരളത്തിൽ നിന്നോ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഈ മുഹമ്മദ് ഹുസൈൻ ഉണ്ടായിരുന്നു. മുഹമ്മദ് ഹുസൈൻ ഈ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇഫ്താറിൽ പങ്കെടുത്തു. വി ഡി സതീശനൊപ്പം ഫോട്ടോയും എടുത്തു. മാത്രമല്ല അത് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു, അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കൃത്യമായി തന്നെ ഒരു ബന്ധം വി ഡി സതീശനുമായി ഈ മുഹമ്മദ് ഹുസൈൻ ഉണ്ടായിരുന്നു. അത് ചെറിയ ബന്ധമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയിപ്പോൾ ഒരു ന്യായീകരണത്തിന് ഈ മുഹമ്മദ് ഹുസൈൻ താൻ അറിയാതെ വന്നതാണ് എന്ന് വി ഡി സതീശന് വാദിക്കാനും കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിഹാസ്, ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അനുവാദമുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായി വി ഡി സതീശന്റെ ക്ഷണമനുസരിച്ച് തന്നെയാണ് എറണാകുളത്ത് നിന്ന് കിലോമീറ്ററുകൾ താണ്ടി കോഴിക്കോട്ടെത്തി ഈ ചടങ്ങിൽ മുഹമ്മദ് ഹുസൈൻ പങ്കെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യം, താൻ ഈ മുഹമ്മദ് ഹുസൈനുമായി കൂടുതൽ അടുക്കുന്നത് ഈ നവകേരള സദസ്സിൽ അടികൊണ്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ്. അങ്ങനെയാണ് മുഹമ്മദ് ഹുസൈന്റെ വീട്ടിൽ താൻ സന്ദർശിക്കാനെത്തുന്നത്. ആ ഒരു ബന്ധമാണ് തനിക്കുള്ളത് എന്നാണ്. പക്ഷെ അപ്പോഴും അതിനപ്പുറമുള്ള ബന്ധം മുഹമ്മദ് ഹുസൈനുമായി ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഈ ഒരു ചടങ്ങിലേക്ക്, ഇഫ്താർ വിരുന്നിലേക്ക് മുഹമ്മദ് ഹുസൈനെ കഴിഞ്ഞ് വേറെ ഈ നവകേരള സദസ്സിൽ അടികൊണ്ട മറ്റാർക്കും ക്ഷണമില്ല. അങ്ങനെയെങ്കിൽ ഏറ്റവും ആദ്യം ക്ഷണിക്കപ്പെടേണ്ടത് AD തോമസ് ആയിരുന്നു. കാരണം ആ രീതിയിലുള്ള മർദ്ദനം പോലീസിൽ നിന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് AD തോമസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ AD തോമസോ ഈ നവകേരള സദസ്സിൽ അടികൊണ്ട മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവോ മറ്റൊരു കോൺഗ്രസ് നേതാവോ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. മുഹമ്മദ് ഹുസൈൻ കൃത്യമായി തന്നെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നു. ഈ വി ഡി സതീശനോട്, അന്നത്തെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനൊപ്പമുള്ള ഫോട്ടോ ഈ സമൂഹ മാധ്യമ അക്കൗണ്ട് വഴിയൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ അടുപ്പം എന്നുള്ളത് കൃത്യമായി തന്നെ വ്യക്തമാവുകയാണ് ഷിഹാസ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള, അതായത് ഈ രീതിയിലുള്ള ഏതൊക്കെ ഫോട്ടോകളാണ്, എന്തൊക്കെ ചിത്രങ്ങളാണ് പുറത്തു വരിക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോഴും ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. എന്താണ് ഇത്രയേറെ ബന്ധം, കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഈ മുഹമ്മദ് ഹുസൈനെ കോഴിക്കോട്ടെ ഇഫ്താർ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ മാത്രമുള്ള ബന്ധം എന്താണ് വി ഡി സതീശന് മുഹമ്മദ് ഹുസൈനുമായി ഉള്ളത് എന്നുള്ളത്? യെസ്, അതാണ് അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആലപ്പുഴയിൽ നടന്ന ആ രക്ഷാപ്രവർത്തനം ഇപ്പോൾ അഭിജിത്ത് പറഞ്ഞ പോലെ തന്നെ AD തോമസ് ഇപ്പോഴത്തെ MLA ആണ്. അതോടൊപ്പം ജുവൽ കുര്യാക്കോസ് എന്ന തല്ലുകൊണ്ട ഏറ്റവും വിവാദമായ, ഒരുപാട് നാൾ നമ്മൾ ചർച്ച ചെയ്ത ആ ഒരു രക്ഷാപ്രവർത്തനത്തിൽ തല്ലുകൊണ്ട് അവരോട് പോലും ഇല്ലാത്തൊരു പ്രത്യേക സ്നേഹം എങ്ങനെയാണ്
ഈ ഒരു ഹുസൈനോട് മാത്രം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ആ ഒരു തല്ലിൻ്റെ പേരിലാണ് ഞങ്ങൾ തമ്മിൽ അടുക്കുന്നത്, വിളിക്കുന്നത്, സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നീട് ആ ബന്ധം എങ്ങനെയാണ് ഇത്രയധികം വളർന്നത്? പക്ഷേ നമുക്കറിയാം ആ പറഞ്ഞത് വസ്തുതയല്ല. 2021 മുതൽ തന്നെ ഇവർ തമ്മിൽ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്, ഇവർ ബന്ധപ്പെടുന്നുണ്ട്, ഇവർ സംസാരിക്കുന്നുണ്ട്, വീഡിയോസ് ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ബന്ധങ്ങൾ ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്.